ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് മാനേജ്മെൻറ്റ് കോളേജ് ഇൻ കേരളയാണ്. അതായത് നമ്മൾ ഗവൺമെൻറ് കോളേജ് ഇൻ കേരളയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ബെസ്റ്റ് സെൽഫ് മാനേജ്മെൻറ്റ് കോളേജിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതിൽ ഞാൻ നമ്പർ ഓഫ് സീറ്റ്സ് പറയുന്നുണ്ട്, ബെസ്റ്റ് കോളേജ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ ടോട്ടൽ 19 സെൽഫ് മാനേജ്മെൻറ്റ് കോളേജ് ഉണ്ട്. സെൽഫ് മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് അഥവാ പ്രൈവറ്റ് എന്ന് പറയാം. ഓക്കെ, അതിൽ 19 കോളേജ് ഉണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഒരു 15 കോളേജ് അറൗണ്ട് കാണും. സോ ഫീസ് സ്ട്രക്ചർ പറയുന്നുണ്ട്, നമ്പർ ഓഫ് സീറ്റ്സ് പറയുന്നുണ്ട്, പിന്നെ ഒരു ബേസിക് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. സോ വീഡിയോ ഫുൾ കാണും. അപ്പോൾ സെൽഫ് മാനേജ്മെൻറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് എന്ന് മറ്റൊരു രീതിയിൽ പറയും. അതായത് നമ്മുടെ 2 ടൈപ്പ് ഓഫ് കോളേജ് ഉണ്ട്. ഒന്ന് ഗവൺമെൻറ് കോളേജ്, 2 സെൽഫ് ഫിനാൻസിങ് കോളേജ്. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കേരളത്തിൽ അമൃത എന്ന് പറയുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പോകുന്നില്ല. സെൽഫ് മാനേജ്മെൻറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ഒരു കട്ട് ഓഫ് ഉണ്ടല്ലോ. അപ്പോൾ കേരള കട്ട് ഓഫ് 670 640 ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ കട്ട് ഓഫിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ന്നായിരിക്കും നമ്മുടെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കട്ട് ഓഫ് വരുന്നത്. ജനറൽ കാറ്റഗറിക്ക് അത്യാവശ്യം ഹൈ ആയിരിക്കും. റിസർവേഷൻ കാറ്റഗറീസ് വരുമ്പോഴത്തേക്ക് കുറഞ്ഞു വരും. ഇപ്പോൾ കേരളത്തിൽ ടോട്ടൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. ഞാൻ ഈ കോളേജിനെ റാങ്കിങ്ങിൻ്റെ ബേസിസിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ടോപ്പ് ഒരു 13 കോളേജിനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റാങ്ക് ചെയ്തേക്കുന്നത് അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ അക്കാഡമിക്സ്, അവിടുത്തെ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടാണ്. ഫീസ് സ്ട്രക്ചർ വെച്ചിട്ടല്ല ഞാൻ റാങ്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫീസ് സ്ട്രക്ചർ ഞാൻ വരുമ്പോൾ പറയാം. കോളേജിൽ ഫസ്റ്റ് നിൽക്കുന്നത് ജൂബിലി മിഷനാണ്. നമ്മുടെ തൃശ്ശൂരുള്ള ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജാണ് ഫസ്റ്റിൽ നിൽക്കുന്നത്. ഇവിടെ 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് കോളേജ് വരുന്നത്. അത്യാവശ്യം നല്ല കോളേജാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ കോന്നി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാർ ബെറ്ററാണ് ജൂബിലി മിഷൻ. അടുത്ത ഫീസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കൊരു 6,90,000 ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് വന്നത്. പക്ഷേ ഈ വർഷം അത്യാവശ്യം ഫീസ് ഹൈക്ക് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ട്യൂഷൻ ഫീസ് മാത്രമാണ്, അല്ലാതെ നമുക്ക് മെസ് ഫീസ് ഉണ്ട്, സ്പെഷ്യൽ ഫീസ് ഉണ്ട്, പിന്നെ ഓരോ പ്രോഗ്രാംസിൻ്റെ ഫീസ് ഉണ്ട്, കോട്ട് അങ്ങനെ സ്റ്റെപ്പ് അതിനെല്ലാം എക്സ്ട്രാ ഫീസ് ഉണ്ട്. ഞാൻ കോഴ്സ് ഫീ മാത്രമാണ് പറയുന്നത്. 7 ലക്ഷം ടു 8 ലക്ഷം വരെയൊക്കെയാണ് ഈ പ്രൈവറ്റ് കോളേജിൽ എല്ലാത്തിലും ഉള്ള ഫീസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ലിസ്റ്റുള്ള എല്ലാ പ്രൈവറ്റ് കോളേജിലും ഒരു 7 ലക്ഷം ആവറേജ് എടുക്കുകയാണെങ്കിൽ 7 to 9 ലക്ഷം വരെ ഫീസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിൽക്കും. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ നോക്കുവാണെങ്കിൽ ആവറേജ് ഒരു 7 ലക്ഷമായിരുന്നു. ഈ വർഷം നല്ല ഹൈക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും കേരള അലോട്ട്മെന്റ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ കറക്റ്റ് ഫീസ് എത്രയാണെന്ന്. നമ്പർ 2 നിൽക്കുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അതും തൃശ്ശൂർ തന്നെയാണ്, ഏകദേശം റോഡ് സൈഡിലാണ്. വളരെ നല്ലൊരു കോളേജാണ്. നമ്മുടെ ഈ ജൂബിലി മിഷനും അമലയും ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന കോളേജാണ്. അപ്പോൾ ഇവിടെയും 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3rd പൊസിഷനിൽ നിൽക്കുന്നത് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് മെഡിക്കൽ കോളേജാണ്. കോലഞ്ചേരിയിലുള്ള മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജാണ്. ഇതും അത്യാവശ്യം നല്ലൊരു കോളേജാണ്. പിന്നെ ജൂബിലി അമല വെച്ച് നോക്കുമ്പോൾ കുറച്ച് താഴെയാണ് റാങ്കിങ് വരുന്നത്. 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ാമതായിട്ട് തിരുവല്ലയിലുള്ള പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പുഷ്പഗിരി കോളേജ് അത്യാവശ്യം ഫേമസ് ആണ്, വളരെ നല്ലൊരു കോളേജാണ്. റാങ്കിങ് 4ാമതാണ്. ഈ കോളേജിലെല്ലാം എൻ്റെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രൈവറ്റ് കോളേജസ് പൊതുവെ നല്ല സ്ട്രിക്റ്റ് ആണ്. അമല ജൂബിലിയൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഫ്രീഡം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ബട്ട് ഈ പ്രൈവറ്റ് കോളേജിൻ്റെ കേസ് പറയുമ്പോൾ ഒരു ഫുൾ സ്ട്രിക്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരുടെ ഡെക്കോറും അവരെ അതേപോലെ തന്നെ കൊണ്ടുപോകും. സോ പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നല്ല സ്ട്രിക്റ്റ് ആണ്. ഗവൺമെൻറ് കോളേജ് പോലെ ഒരു ഫങ്ഷൻസ് ഇല്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ പ്രൈവറ്റ് കോളേജിൽ സീറ്റ് കിട്ടാറില്ല, കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പുഷ്പഗിരിയിലും 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5ാമത്തെ പൊസിഷനിലുള്ളതും നമ്മുടെ തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു കോളേജാണ്. ഈ ബിലീവേഴ്സും പുഷ്പഗിരിയും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന കോളേജാണ്. അപ്പോൾ ഇവിടെയും 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലുള്ള MES മെഡിക്കൽ കോളേജാണ്. MES നമുക്കറിയാം ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. 6th പൊസിഷനാണ് ഉള്ളത്. അത്യാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് MESൽ. പൊതുവെ പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ബട്ട് 6th പൊസിഷൻ ഉണ്ട് റാങ്കിങ്ങിൽ. 150 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു കോളേജാണ്. 7ാമതായിട്ട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 150 സീറ്റ്സാണ് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു കോളേജാണ്. കുറച്ച് സിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു കോളേജാണ്.
റോഡ് സൈഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് പോകാനുണ്ട്. ബട്ട് അത്യാവശ്യം നല്ല ഒരു പേഷ്യൻ ഫ്ലോ ഒക്കെ ഉള്ള ഒരു കോളേജ് തന്നെയാണ്. 8ാമതായിട്ട് നമ്മുടെ കൊല്ലത്തുള്ള ട്രാവൻകൂർ മെഡിക്കൽ കോളേജാണ്. ഇതിനെ ട്രാവൻകൂർ മെഡിസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. 150 സീറ്റ്സാണ് ഉള്ളത്. പിന്നെ കേരളത്തിൽ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ OP ഉള്ള കോളേജ് ട്രാവൻകൂർ മെഡിസിറ്റിയാണ്. അപ്പോൾ 150 സീറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്. 9ാമത്തെ പൊസിഷനിലുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള മലബാർ മെഡിക്കൽ കോളേജാണ്. മലബാർ മെഡിക്കൽ കോളേജിലും ഇതേപോലെ 150 സീറ്റ്സാണ് ഉള്ളത്. കുറച്ചൊക്കെ പരിപാടികൾ ഉണ്ടെന്നാണ് പറയുക. പരിപാടിനെ ഉദ്ദേശിച്ച് പ്രോഗ്രാംസ്, കൾച്ചറൽസ് ആയാലും MESനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പരിപാടികളുണ്ട്. മെഡിസിറ്റിയെക്കാളും പരിപാടി ഉള്ളത് നമ്മുടെ മലബാർ മെഡിക്കൽ കോളേജിലാണ്. നല്ലൊരു കോളേജാണ്. 10ാമത്തെ പൊസിഷനിലുള്ളത് ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ കോളേജാണ്. നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. 150 സീറ്റ്സാണ് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു കോളേജാണ്. പക്ഷേ ഇത് കറക്റ്റ് ട്രിവാൻഡ്രത്തല്ല, കാരക്കോണത്താണ്. അതായത് നെയ്യാറ്റിൻകര സൈഡൊക്കെയാണ് വരുന്നത്. 11ാമതായിട്ട് KMCT മെഡിക്കൽ കോളേജ്, നമ്മുടെ കോഴിക്കോടുള്ള KMCT മെഡിക്കൽ കോളേജാണ്. ഇവിടെയും 150 സീറ്റ്സാണ് ഉള്ളത്. അതേപോലെ ഈ KMCT നല്ലൊരു കോളേജാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, VIP പേഷ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. ഇപ്പോൾ MLA മാരല്ലേ, മന്ത്രിമാർ, അങ്ങനെയുള്ള VIP പേഷ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. അതുകൊണ്ട് പേഷ്യൻ്റ് എക്സ്പോഷർ ഒബ്വിയസ്ലി അവരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ ട്രീറ്റ് ചെയ്യാറുള്ളൂ. സോ പേഷ്യൻ്റ് എക്സ്പോഷർ കമ്പാരിറ്റീവ്ലി കുറവാണ് KMCTയിൽ. അടുത്ത SUT ട്രിവാൻഡ്രമാണ്. 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണ്. എൻ്റെ ടോപ്പ് 10 മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ലൈക്ക് ഓക്കെ ആയിട്ടുള്ള കോളേജസാണ്. SUT ട്രിവാൻഡ്രം ഇത് ലൈക്ക് ഓക്കെ. ആൻഡ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളേജ് ഡോക്ടർ മൂപ്പൻസ് വയനാട്. അപ്പോൾ വയനാട്ടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ഏറ്റവും ഫീസ് കൂടുതൽ വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 7,90,000 രൂപയായിരുന്നു. അതായത് 8 ലക്ഷം അടുപ്പിച്ച്. ഈ വർഷം അത് 8.5 9 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജ് ഡോക്ടർ മൂപ്പൻസ് ആണ്. എൻ്റെ ടോപ്പ് 10 ഞാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ലൈക്ക് എല്ലാം ഒരേപോലെയാണ്. നമ്മുടെ അസീസിയ മെഡിക്കൽ കോളേജ് ഉണ്ട്. അതേപോലെ അവിടെ ഇവിടെ കുറേ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതെല്ലാം ലൈക്ക് അല്ല സർ, ഇതെല്ലാം ഒരു ഒക്കേഷ് ആയിട്ട് പറയുന്നതാണ്. എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജാണ് ഞാൻ പറഞ്ഞ ടോപ്പ് 10. ബാക്കിയെല്ലാം ലൈക്ക് സപ്ലിമെൻറ്റ്സ് പോലെ പറയുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ ഒന്നും സീറ്റ് കിട്ടാറില്ല. ആൻഡ് ഡോക്ടർ മൂപ്പൻസിൽ 150 സീറ്റ്സാണ് ഉള്ളത്. പിന്നെ വയനാട് ഉള്ള ഒരേ ഒരു മെഡിക്കൽ കോളേജ്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ഡോക്ടർ മൂപ്പൻസ് ആണ്. സോ ഇത്രയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഏതൊക്കെയാണെന്നൊരു ഐഡിയ തരാം. ടോപ്പായിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് ഏതൊക്കെയാണെന്നൊരു ഐഡിയ തരാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം. താങ്ക് യു.